Now we will begin with the next session of the അല്ലെങ്കിൽ കൈനറ്റിക്സിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ റേറ്റിനെ കുറിച്ച് പഠിച്ചു, രണ്ട് തരത്തിലുള്ള റേറ്റിനെ കുറിച്ച്, ആൻഡ് ഓൾസോ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ അത് സ്പീഡ് പോവോ അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റേറ്റിന് എന്തെങ്കിലും മാറ്റം വരുമോ, ടെമ്പറേച്ചർ കൂട്ടിയാൽ മാറ്റം വരുമോ, കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ മാറ്റം വരുമോ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ റേറ്റിന്. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും വേഗത കൂട്ടാൻ പറ്റുന്നതായ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, വേഗത കുറയ്ക്കാനും പറ്റും. എങ്കിലും എന്തൊക്കെ ഫാക്ടേഴ്സാണ് റേറ്റിനെ ഗവേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ്സ് ദ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്ന ഫാക്ടർ വിച്ച് ഗവേൺസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമ്മൾ +1 പോർഷനിൽ നമ്മൾ പിന്നെ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയുണ്ടാവും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് കൂട്ടുമ്പോൾ റേറ്റ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ റിയാക്റ്റൻസ് പ്രോഡക്റ്റായി മാറുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് കൂട്ടുമ്പോൾ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായി മാറുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഡെഫിനറ്റ്ലി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഒരു റേറ്റിൽ കോൺസെൻട്രേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് തരുന്നതാണ് റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഹൗ കോൺസെൻട്രേഷൻ എഫക്ട്സ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ജനറലി ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ സിമ്പിളായിട്ട് ജസ്റ്റ് നേരത്തെ പറഞ്ഞ മാതിരി A+B ഗിവിങ് C+D, ദിസ് ഇസ് മൈ സിമ്പിൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ എഴുതുകയാണ്. നമ്മൾ നേരത്തെ സെഷൻസിലൊക്കെ പറഞ്ഞ മാതിരി ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് A and B ടൈം വെച്ച് കുറഞ്ഞു വരും, പാരലലി കോൺസെൻട്രേഷൻ ഓഫ് C and D കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ്? ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ ദ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്. അപ്പം നമുക്ക് ഏറ്റവും പിന്നെ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ റിയാക്റ്റൻറ്റിൻ്റെ ടേംസിലാണ്. അതായത് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസിനോടാണ് കോൺസെൻട്രേഷൻ്റെ റേറ്റ് നമ്മൾ പൊതുവേ എക്സ്പ്രസ് ചെയ്യാറ്. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റേറ്റ് പ്രപ്പോർഷണൽ ടു ദ റിയാക്റ്റൻസ്. ഏതാ? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അങ്ങനെയാണ് നമ്മൾ പൊതുവേ റേറ്റിന് ബിക്കോസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വി എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അപ്പോൾ എത്ര റിയാക്റ്റൻ്റ് ഉണ്ടോ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിന് പ്രപ്പോർഷണലായിരിക്കും റേറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് പിന്നെ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ റേറ്റ് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ റേറ്റ് ബിക്കംസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. അതായത് പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും K, ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇസ് നോൺ ആസ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇസ് യൂണിറ്റി. അപ്പോൾ ഇതാണ് റേറ്റ്. നമ്മളുടെ റേറ്റും നിങ്ങൾ ഒരിക്കലും റേറ്റും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിൽ പിന്നെ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ, റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വരുന്ന പിന്നെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് K, ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ റേറ്റ് ലോനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ടേംസിലാണ് വി എക്സ്പ്രസ് ഇറ്റ്, വിച്ച് ഈച്ച് ടേം റേസ് ടു സം പവേഴ്സ്. ഇവിടെ പവർ ഒന്നുമില്ല, ഇവിടെ സ്റ്റോയിക്കോമെട്രിക് കോയിഫിഷ്യൻസ് ഒന്നുമില്ല, ബട്ട് കോയിഫിഷ്യൻസ് തന്നെ ആയിരിക്കണം എന്നുമില്ല ഇവിടെ പവറായിട്ട് വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ടേംസ്, അതായത് ഞാൻ ഇവിടെ അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. A B B ഗിവിങ് C+D. A എന്ന് പറയുന്നത് സ്മോൾ a, സ്മോൾ b, സ്മോൾ c ആൻഡ് സ്മോൾ d ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് A B C D.
ബട്ട് റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ഐ ഹാവൻറ്റ് പുട്ട് ഇറ്റ് ആസ് എ റേസ് ടു എ ഓർ ബി റേസ് ടു ബി. കാരണം ആ പവേഴ്സ് എന്ന് പറയുന്ന റേറ്റ് ലോയിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ്റെ പവേഴ്സ് എന്ന് പറയുന്ന ഇറ്റ് വിൽ നോട്ട് ഓൾവേസ് ബി, അത് നിർബന്ധം ഉണ്ടാവണം എന്നില്ല ദാറ്റ് ഇറ്റ് ഈസ് ദ കോയിഫിഷ്യൻസ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതും മനസ്സിൽ വെക്കണം. ഓൾവേസ് കോയിഫിഷ്യൻസ് ആയിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ വിച്ച് ഈച്ച് ടേം റേസ് ടു സം പവേഴ്സ് വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദ സ്റ്റോയിക്യോമെട്രിക് കോയിഫിഷ്യൻറ്റ്. അത് സെയിം ആവാം, സെയിം ആവാതെ ഇരിക്കാം. ഓഫ് ദ റിയാക്ടിങ് സ്പീഷീസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഏതൊരു ഇക്വേഷനും എഴുതിയാലും നമ്മൾ വി എക്സ്പ്രസ് ദ റേറ്റ് ഇൻ ടേംസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ. കുറച്ച് എക്സാമ്പിൾസ് താഴെ തന്നിട്ടുണ്ട്. ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ടെട്രാ ക്ലോറൈഡും HCl ഫോം ചെയ്യുന്ന റേറ്റ് എക്സ്പ്രഷൻ നോക്കൂ. എക്സ്പെരിമെൻ്റൽ റേറ്റ് എക്സ്പ്രഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. K into concentration of the chloroform into concentration of chlorine raised to half. But here half ഇല്ല. മനസ്സിലായോ? ഇവിടെ നമ്മളുടെ സ്റ്റോയിക്യോമെട്രിക് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ്റെ കൂടെ ഹാഫ് ഇല്ല. ബട്ട് എക്സ്പെരിമെൻ്റലി യു ഹാവ് എ പവർ ഹിയർ ഇൻ ടേംസ് ഓഫ് ക്ലോറിൻ. അതാണ് ഈ എക്സ്പ്രഷനിൽ എപ്പോഴും നിങ്ങൾ ഇടുന്ന ഇതിൻ്റെ പവേഴ്സ് ആയിട്ട് ഇടുന്ന ആൾക്കാരെ എപ്പോഴും ശ്രദ്ധിച്ചോളണം. സിമിലർലി എസ്റ്റർ ഹൈഡ്രോളിസിസ് ആണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അങ്ങനെയാണ്. അപ്പം റേറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മളെ കോൺസെൻട്രേഷൻ തന്നെയാണ്. കോൺസെൻട്രേഷൻ്റെ ടേംസിൽ നിന്ന് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ ഡിപ്പെൻഡൻസിൽ നിന്നാണ് വി അറൈവ് അറ്റ് ദ റേറ്റ് ലോ. റേറ്റ് ലോ ഇസ് നത്തിങ്. റേറ്റ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രപ്പോർഷണൽ. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതിൻ്റെ കോൺസെൻട്രേഷന് പ്രപ്പോർഷണൽ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു റിമൂവ് ദാറ്റ് പ്രപ്പോർഷണാലിറ്റി യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇസ് നോൺ ആസ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു പുതിയ ടേമാണ് പഠിക്കാൻ പോകുന്നത്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ തൊട്ട് മുന്നേ ഇതിൽ പഠിച്ചു. എങ്ങനെയാണ്? റേറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ പറയാണ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്യാണ് ജനറൽ ഒരു ഇക്വേഷന്. അപ്പോൾ റേറ്റ് ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺസെൻട്രേഷൻ്റെ പവേഴ്സിൻ്റെ സം എടുക്കണം. ഇതിപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് പവർ ഇസ് 1, isn't it? അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓർഡർ വി ആഡ്, ഈ പവേഴ്സ് ആഡ് ചെയ്യണം. കോൺസെൻട്രേഷൻ ടേമിനോ മേലുള്ള പവേഴ്സ് യു ആഡ്, സോ യു ഗെറ്റ് 1 + 1 is equal to 2. ഇതാണ് ഓർഡർ. അപ്പോൾ ഇനി ഓർഡറിലെ ഡെഫിനിഷൻ എങ്ങനെ പോവാം? ഓർഡർ ഇസ് ദ സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇസ് റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റിൻ്റെ പവറിൻ്റെ ആയിരിക്കണം നമ്മൾ ആ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ 2 കിട്ടിയാൽ നമ്മൾ പറയുന്ന ആ റിയാക്ഷൻ ഇസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതല്ല ഓർഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ചില കേസിൽ നമ്മൾ റേറ്റ് എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 0 എന്നും വരാം. ഓക്കെ, പവർ 0 ആയി വരാം. ആ കേസിൽ വി കോൾ ഇറ്റ് ആസ് എ 0 ഓർഡർ റിയാക്ഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഓർഡറിന് 0 ആവാം, 1 ആവാം, 2 ആവാം. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. റേറ്റ് ക്യാൻ ബി ഹാഫ് പ്ലസ് 3/2. ഇവിടെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഫസ്റ്റ് കേസിൽ ഇറ്റ് ഇസ് ഹാഫ് പ്ലസ് ഇസ്ൻ്റ് ഇറ്റ് പവേഴ്സിൻ്റെ സം എടുക്കുമ്പോൾ ഹാഫ് പ്ലസ് 3/2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കേസിൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഈ കേസിലാണെങ്കിലോ ഓർഡർ ഇസ് ഈക്വൽ ടു 3/2 - 1. നോക്കൂ, പവർ -1 ആണ് ഇരിക്കുന്നത്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇത് ഒരു അതായത് നമ്മൾ മനസ്സിലാക്കണം ഈ ഓർഡർ എന്ന് പറയുന്ന ആൾ ഫ്രാക്ഷണൽ വാല്യൂസ് ആവാം. ചിലപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് കിട്ടും. അതേമാതിരി ഓർഡർ 0 ആവാം, 1 ആവാം, 2 ആവാം, നെഗറ്റീവ് വാല്യൂ ഹിയർ യു സി നെഗറ്റീവ് വാല്യൂസ് ആവാം. അപ്പം ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷണൽ 0 ഹോൾ നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും ഓർ നെഗറ്റീവ് വാല്യൂസും വരെ ഓർഡറിനാവാം. സോ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു റേറ്റ് എക്സ്പ്രഷന് കണ്ടുപിടിക്കുന്ന ഒരു പാരാമീറ്ററാണ് നമ്മൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. റേറ്റ് എക്സ്പ്രഷൻ എഴുതിയിട്ട് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റലി, തിയറിറ്റിക്കൽ കൺസെപ്റ്റ് അല്ല ഓർഡർ. ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ഫാക്ടറാണ്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് എപ്പോഴും ഓർഡർ ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. അതിന് നമ്മൾ എപ്പോഴും ഓർക്കണം, 0 ഓർഡർ റിയാക്ഷൻസ് വി ഹാവ്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ, അങ്ങനെ എല്ലാ ഓർഡേഴ്സ് റിയാക്ഷൻസും പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻ ഫ്രം എവിടെ നിന്നാണ് നമ്മൾ ഈ ഓർഡർ കണ്ടുപിടിക്കുന്ന ഒരു റേറ്റ് എക്സ്പ്രഷൻ എഴുതിയിട്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ പാരാമീറ്റർ. ഇനി നമ്മൾ ഓർഡർ പഠിച്ചു. ഓർഡർ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് അല്ല, റേറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു, കോൺസെൻട്രേഷൻ ബൈ ടൈം, ഇസ്ൻ്റ് ഇറ്റ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും റേറ്റിൻ്റെ യൂണിറ്റും മാറിപ്പോവരുത്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഒരു ജനറൽ റിയാക്ഷൻ ഞാൻ എഴുതുകയാണ്, എ പ്ലസ് ബി ഗിവിങ് സി പ്ലസ് ഡി. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇവിടെ എക്സ് പ്ലസ് വൈ പവേഴ്സിൻ്റെ സമ്മിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ഇറ്റ്സ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കെ എങ്ങനെ കണ്ടുപിടിക്കാം? കെ ഇസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. നമ്മളുടെ ഈ ഇക്വേഷന് യു ജസ്റ്റ് റീഅറേഞ്ച്, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പം റേറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് കോൺസെൻട്രേഷൻ ബൈ ടൈം, ഇസ്ൻ്റ് ഇറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് ആണ് ഇൻറ്റു 1 ബൈ ഈ കോൺസെൻട്രേഷൻ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ ആണ്. ഈ എൻ എന്ന് പറയുന്ന ഓർഡറാണ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഒരു എന്താണോ ഓർഡർ റിയാക്ഷൻ്റെ, അല്ലെങ്കിൽ എന്തിനോടാണ് ഈ കോൺസെൻട്രേഷൻ ടേം റേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പവേഴ്സ് എന്താ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. കാരണം ഫസ്റ്റ് ഓർഡറിന് പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അതായിരിക്കില്ല സെക്കൻഡ് ഓർഡറിന് വരുമ്പോൾ, തേർഡ് ഓർഡറിന് വരുമ്പോൾ. അപ്പോൾ ഒരു ജനറൽ എക്സ്പ്രഷൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ജനറൽ എക്സ്പ്രഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഡിറൈവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ഫോർ ആൻ nth ഓർഡർ റിയാക്ഷൻ, ഏത് ഓർഡർ nth ഓർഡർ ആണെങ്കിൽ യൂണിറ്റ് വരുന്ന മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1 ആൻഡ് സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ. മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1 ആൻഡ് സെക്കൻഡ് റേസ് ടു -1. ഇനി നമുക്ക് നോക്കാം ഓരോ ഓർഡർ വരുമ്പോൾ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ? n എന്ന് പറഞ്ഞാൽ ഓർഡറാണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ n ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് മോൾ റേസ് ടു 1 മൈനസ് 1, that is 0. Any factor raised to 0 is 1. Liter raised to 1 minus 1, അതും 0 ആയിപ്പോയി per second. So first order reactionൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ per second ആണ്. അപ്പോൾ ചില നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഓർഡർ തന്നിട്ടില്ലെങ്കിൽ യൂണിറ്റ് വെച്ചിട്ട് ഏത് ഓർഡറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കെയിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഒപ്പം അതിൻ്റെ യൂണിറ്റും ഉണ്ടാവും. അപ്പോൾ ആ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻറ്റഗ്രേറ്റഡ് ഇക്വേഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ പുറകോട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, ഇനി 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ യു സി മോൾ റേസ് ടു 1 മൈനസ് 0, ലിറ്റർ റേസ് ടു 0 മൈനസ് 1 ആൻഡ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് മോൾ ലിറ്റർ റേസ് ടു -1, എസ് റേസ് ടു -1. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ അറിഞ്ഞാൽ, അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്, 0 ഓർഡറിൻ്റെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറിൻ്റെ റേറ്റ് എന്താണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അതിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. ഓർഡറിന് 0 ഓർഡർ ആണ്, യു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നിൻ്റെ വാല്യൂ 0. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ n is equal to 1, സെക്കൻഡ് ഓർഡർ 2, ലൈക്ക് ദാറ്റ്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏതൊരു ഓർഡർ റിയാക്ഷൻ്റെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യൂണിറ്റ് കണ്ടുപിടിക്കാം, റേറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ്, എങ്കിലും നമുക്ക് ഒന്നും കൂടെ എന്താണ് ജനറൽ എക്സ്പ്രഷൻ യൂണിറ്റിൻ്റെ? മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1 ആൻഡ് പെർ സെക്കൻഡ്. 0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്നിന് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0. So mole raised to 1 minus 0, liter raised to 0 minus 1 and per second. That is mole,
ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഏത് ഓപ്ഷനാണ്? മോൾ ലിറ്റർ റേസ് ടു -1/s. അപ്പോൾ ഓപ്ഷൻ 1. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എങ്കിലും നമ്മൾ ചെയ്ത് അതിനോടൊരു പരിചയം വരണം. നെക്സ്റ്റ് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഇസ് ഇൻകറക്റ്റ്. ഓർഡറിനെ സംബന്ധിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആ തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡറിനെ പറ്റി പഠിച്ചിരിക്കുന്നത്? ഓർഡർ പവേഴ്സിൻ്റെ സമ്മാണ്, അത് ഫ്രാക്ഷണൽ ആവാം, ഹോൾ നമ്പർ ആവാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്? റേറ്റ് ലോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്താ ഓർഡർ എന്ന്? ഓർഡർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓൺലി എക്സ്പെരിമെൻ്റലി. അത് ട്രൂ ആണ്, ഇസ്ന്റ് ഇറ്റ്? അത് ഏത് എക്സ്പെരിമെൻറ്റ് നമ്മൾ റേറ്റ് ലോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പാരാമീറ്ററാണ് നമ്മളുടെ ഓർഡർ. നെക്സ്റ്റ്, ഓർഡർ ഇസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻസ് ഓഫ് ദ റിയാക്റ്റൻറ്റ്. അത് തെറ്റാണ്. ഓർഡർ എന്ന് പറയുന്നത് തന്നെ സ്റ്റോയിക്കോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ പവറിൻ്റെ സമ്മാണ്. ഓക്കെ. രണ്ടാമത്തെ, ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ദ സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ ഇക്വേഷൻ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ. നെക്സ്റ്റ് ഇസ് ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ഓൾവേസ് ഹോൾ നമ്പർ. അത് തെറ്റാണ് അല്ലേ? ഹോൾ നമ്പർ ആണെന്നും ഹോൾ നമ്പർ മാത്രമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അല്ല, ഇറ്റ് ക്യാൻ ബി 0, ഫ്രാക്ഷണൽ, നെഗറ്റീവ്, ഹോൾ നമ്പേഴ്സ് ഓൾസോ. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഇൻകറക്റ്റ്. ഇത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ഓർഡറുമാതിരി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടെ കൈനറ്റിക്സിൽ മോളിക്യുലാരിറ്റി. ഒന്നുമില്ല, എത്ര മോളിക്യൂൾസ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്, അതാണ് മോളിക്യുലാരിറ്റി. നമ്പർ ഓഫ് കെമിക്കൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. റിയാക്ട് ചെയ്യുന്ന ആരാവാം? ആറ്റം ആവാം, അയോൺ ആവാം, മോളിക്യൂൾ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ടേക്കിംഗ് പാർട്ട് ഇൻ എൻ എലമെൻ്ററി റിയാക്ഷൻ വിച്ച് മസ്റ്റ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി. എത്ര പാർട്ടിക്കിൾസ് സൈമൾട്ടേനിയസ്ലി കൊളൈഡ് ചെയ്തിട്ട് അത് പ്രോഡക്റ്റായി മാറുന്നുണ്ട്, ആ ഇതിൻ്റെ എണ്ണത്തെയാണ് വി കോൾ ഇറ്റ് ആസ് മോളിക്യുലാരിറ്റി. ഓക്കെ. അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് NH4NO2 ഡികമ്പോസസ് ടു ഗിവ് N2 ആൻഡ് വാട്ടർ. ഇവിടെ നമുക്കറിയാം ഇവിടെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല, ബട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഒരു മോളിക്യൂൾ ഓഫ് NH4NO2 ആണ് റിയാക്ട് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ആസ് പെർ ദിസ് ഇക്വേഷൻ ഓൺലി 1 മോളിക്യൂൾ ഓഫ് NH4NO2 ഇസ് റിയാക്ടിങ്. അപ്പോൾ ഒരൊറ്റ മോളിക്യൂൾ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന യൂനി മോളിക്കുലർ റിയാക്ഷൻ എന്നാണ്, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ ഒരൊറ്റ മോളിക്യൂളാണ് ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് യൂനി മോളിക്കുലർ റിയാക്ഷൻ. എന്നാൽ ഇത് നോക്കൂ, ഇവിടെ 2HI ഗിവിങ് H2 + I2. 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ഉണ്ട്. സോ 2 മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ ബൈ മോളിക്കുലർ റിയാക്ഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് 3 മോളിക്യൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ട്രൈ മോളിക്കുലർ റിയാക്ഷൻ. അങ്ങനെ എത്ര മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും എത്ര ആൾക്കാരാണോ റിയാക്ഷൻ സ്പീഷീസിൽ പങ്കെടുക്കുന്നത് അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് മോളിക്കുലാരിറ്റി. അപ്പോൾ ഇത് തമ്മിലുള്ള ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എപ്പോഴും ബോർഡ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് 2 മാർക്കിന് വരുന്നതാണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? നമുക്കറിയാം, മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒരു മോളിക്യൂളിന് പങ്കെടുക്കാം, 2 മോളിക്യൂൾ, 3 മോളിക്യൂൾ, അങ്ങനെയൊക്കെ. പക്ഷെ അര മോളിക്യൂൾ, ഹാഫ് ദ മോളിക്യൂൾ, 3/4 മോളിക്യൂൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടോ? ഇല്ല. നെവർ ഹാഫ് എ മോളിക്യൂൾ വിൽ റിയാക്ട്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസോ നെഗറ്റീവ് വാല്യൂസോ ഒന്നും നമ്മളുടെ മോളിക്കുലാരിറ്റിക്ക് പോസിബിൾ അല്ല. പക്ഷെ അത് ആർക്ക് പോസിബിളാണ്? ഓർഡറിന് പോസിബിളാണ്. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇവർക്ക് ഓൺലി ഹോൾ നമ്പേഴ്സ് ഇസ് പോസിബിൾ. പിന്നെ നമ്മൾ പഠിച്ചു ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണ്, അതായത് റേറ്റ് ലോ എന്ന് കിട്ടുന്നതാണ്. ബട്ട് മോളിക്കുലാരിറ്റി ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. തിയറി പ്രകാരം ഇത്ര മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ കിട്ടുന്നതല്ല. സോ ദാറ്റ് ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഡിഫറൻസുകൾ ഇവർ തമ്മിലുണ്ട്. ആ ഡിഫറൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് അത് ഞാൻ ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം അത് 2 പേരുടെ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് സം ഓഫ് ദ പവേഴ്സ് ആണ് നമ്മളെ ഓർഡർ. എത്ര മോളിക്യൂൾസ് റിയാക്ടിങ് സ്പീഷീസിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് നമ്മളെ മോളിക്കുലാരിറ്റി. ഇത് റേറ്റ് എക്സ്പ്രഷന് കിട്ടുന്നതാണ്. ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. ഇത് നമ്മൾ പറഞ്ഞ മാതിരി 0 ആവാം, ഫ്രാക്ഷണൽ ആവാം, നെഗറ്റീവ് ആവാം, ഹോൾ നമ്പർ മാത്രമേ ഉള്ളൂ. 0 ആവാൻ പറ്റുമോ? 0 എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസേ ഇല്ല, പിന്നെ റിയാക്ഷൻ നടക്കില്ലല്ലോ, അപ്പോൾ അതും പറ്റില്ല. ഇത് നെഗറ്റീവ് ആവാം, മോളിക്കുലാരിറ്റി കനോട്ട് ബി നെഗറ്റീവ്. പിന്നെ ഇറ്റ് ഈസ് എ സൈൻ ഫോർ ഓവറോൾ റിയാക്ഷൻ. ഇത് മൊത്തത്തിലൊരു റിയാക്ഷൻ്റെ ഓർഡറാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സൊക്കെ ഉള്ള റിയാക്ഷൻസ് ആണ്. എലിമെൻ്ററി റിയാക്ഷൻസ്,
പിന്നെ അതാണ് ഈ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് അസൈൻ ഫോർ ഈച്ച് എലമെൻ്ററി സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിനും ഓരോ മോളിക്കുലാരിറ്റിയും. ഓർഡർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ റിയാക്ഷൻ്റെ ഓർഡറാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ എലമെൻ്ററി ഒരു 3-4 സ്റ്റെപ്പിലൊക്കെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഉള്ളതാണ് നമ്മൾ എന്ത് പറയുന്ന മോളിക്കുലാരിറ്റി. അത് ഓരോ സ്റ്റെപ്പിലും അതിൻ്റെതായ എത്ര മോളിക്യൂൾസ് ഇൻട്രാക്ട് ചെയ്യും, നമ്മൾ മൊത്തത്തിലല്ല പറയുന്നത്. ഓക്കെ, ഇനി ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഒരു പിന്നെ 3-4 പോയിന്റ് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് എന്തൊക്കെയാണ് വരുന്നത്, ഏത് ടൈപ്പാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ബിറ്റ്വീൻ 2 റിയാക്ടൻസ് A and B ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 4 ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് B ഇസ് ഡബിൾഡ്. B ഡബിൾ ചെയ്യുമ്പോൾ എന്താണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ 4 തവണ കുറയുന്നു എന്നാണ് പറയുന്നത്. ദ ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻറ്റ് B വിത്ത് റെസ്പെക്ട് ടു ബി നമ്മളോട് ഓർഡർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 ആദ്യത്തെ റേറ്റ് എക്സ്പ്രഷൻ എഴുതണം നമ്മൾ. എന്നിട്ട് രണ്ടാമത് എഴുതുമ്പോൾ റേറ്റിന് എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡിക്രീസസ് ബൈ 4 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ അക്കൗണ്ട് ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റേറ്റ് എക്സ്പ്രഷൻ R1 എന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് റേറ്റ് എക്സ്പ്രഷൻ R1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? K റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു രണ്ട് റിയാക്റ്റൻസ് അല്ലേ ഉള്ളത്, എയും ബിയും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. നമുക്ക് കോയിഫിഷ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും വി ഡു നോട്ട് നോ, സോ ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇനി രണ്ടാമത്തെ റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് R2. നമുക്ക് തന്നിട്ടുണ്ട് ഇറ്റ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 4 times ഇറ്റ് ഡിക്രീസസ്. എപ്പോൾ? പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ റേറ്റിനെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് എഴുതണം. എങ്ങനെ നമ്മൾ എഴുതണം? സോ R2 എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു R, ഇറ്റ് ഈസ് ഡിക്രീസിങ് ബൈ 4 times. സോ നമ്മൾ എഴുതേണ്ട R1/4 ഇസ് ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ. ഇതും കൂടെ ആലോചിക്കണം. കോൺസെൻട്രേഷൻ ഓഫ് ബി ഡബിൾ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ A raised to X ഇൻറ്റു ബി എന്തായി 2B raised to Y, isn't it? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടത്. നമ്മളുടെ ഇനീഷ്യൽ റേറ്റിൽ നിന്ന് രണ്ടാമത്തെ റേറ്റ് 4 തവണ കുറഞ്ഞു. എപ്പോൾ കുറഞ്ഞു? ബീൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ. അതാണ് നമ്മൾ ഈ 2 എക്സ്പ്രഷനിലായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ വി ജസ്റ്റ് നീഡ് ടു ടേക്ക് ദ റേഷ്യോ ദാറ്റ് ഈസ് R1/R2. R1/R2 എടുക്കുമ്പോൾ നമുക്കറിയാം എക്സ്പ്രഷൻ എന്താവും? R1/R2ൻ്റെ വാല്യൂ എത്രയാണ്? R1/R2 is equal to, ആദ്യം നമുക്ക് ഇത് എഴുതാം. R1 is equal to K into concentration of A raised to X into concentration of B raised to Y divided by K into concentration of A raised to X into concentration of 2B raised to Y, isn't it? R1/R2. ഇനി R1/R2 എത്രയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്? 4 അല്ലേ? 4 ഡിക്രീസസ് ബൈ 4 എന്ന് പറയുമ്പോൾ R1/R2 എടുക്കുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് ദിസ് ഇസ് ഈക്വൽ ടു 4 ഓർ 4 ഇസ് ഈക്വൽ ടു, കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? K A raised to X ക്യാൻസൽ ചെയ്യും. ബട്ട് വാട്ട് വി ഗെറ്റ് ഹാഫ് റേസ് ടു Y മാത്രം ബാക്കി ഉണ്ടാവും, isn't it? ഹാഫ്, ഈ 2 പുറത്തെടുത്താൽ that becomes half raised to Y, isn't it? 4 is equal to half raised to Y. Or ഇത് സോൾവ് ചെയ്താൽ നമുക്ക് Yൻ്റെ വാല്യൂ എന്താ കിട്ടുക? വി ഗെറ്റ് ദ Y ആസ് -2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് -2. അപ്പോൾ ഈ തരത്തിലുള്ള ഏത് പ്രോബ്ലംസ് വന്നാലും ആദ്യത്തെ ഇക്വേഷൻ എഴുതുക. രണ്ടാമത് എന്ത് ഇക്വേഷൻ, ആ ഇക്വേഷനിൽ വന്നിരിക്കുന്ന മാറ്റം എന്താ, എന്ത് കാരണമാണ് മാറ്റം, അതും കൂടെ അക്കൗണ്ട് ചെയ്തിട്ട് വേണം സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതാൻ. എന്നിട്ട് ജസ്റ്റ് ടേക്ക് ദ റേഷ്യോ. നമുക്ക് ആ കോയിഫിഷ്യൻറ്റ് എക്സ് ആണോ വൈ ആണോ ഡിറ്റർമിൻ ചെയ്യും. ഇവിടെ വൈ ആവാൻ കാരണം എന്താ? വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, isn't it? അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബി കോയിഫിഷ്യൻ്റ് എന്താണ്? വൈ ആണ്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗിവൺ റിയാക്ഷൻ 2FeCl3 + SnCl2
giving 2FeCl2 plus SnCl4 is an example of ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ഓർഡർ. അപ്പം നമുക്ക് അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കാം. വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of FeCl3 raised to 2 into concentration of SnCl2. ഇതല്ലേ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻസ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത്. ഇവിടെ ഓർഡർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓർഡർ ഇസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 2 + 1 is equal to 3. So this comes under a third order reaction. അപ്പോൾ ഇത്രയും ഈ ഒരു സെഷനിൽ നമ്മൾ ജസ്റ്റ് ഫാക്ടർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും പിന്നെ 2 പുതിയതായിട്ടുള്ള ടേംസ് ഓർഡറും മോളിക്കുലാരിറ്റിയും രണ്ടും തമ്മിലുള്ള ഡിഫറൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസുമാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് ഫേസിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ദാറ്റ് ഈസ് അറേനിയസ് ഇക്വേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത സെഷനിലായിരിക്കും എടുക്കുന്നത്. ഓക്കെ.